ചോറും ഡയറി മിൽക്കും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1/2 കപ്പ് ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ കൊക്കോ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 കാഷ്നട്ട് കേട്ടോ. അതുണ്ട് എങ്കിൽ ചേർത്ത് കൊടുത്തിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആകും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ഡയറി മിൽക്കാണ് കേട്ടോ. അപ്പോൾ 10 രൂപേൻ്റെ ഒരു ഡയറി മിൽക്കാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പ് എന്തായാലും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നാലും ഇതിനൊക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മളിതിലോട്ട് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കായിട്ടാണ് നമുക്കിത് കിട്ടാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് പാലിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. ഞാനിതിലോട്ട് ഒരു 1/4 കപ്പ് കൂടുതലായിട്ട് ഒരു 1/2 കപ്പ് എടുക്കുന്നത് നമ്മളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാൽ. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ ഒരു 1/4 കപ്പ് പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിന് മധുരം കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കാം. പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ബ്രെഡിനെ പേസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2-3 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 3 ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡും കൂടെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ന്യൂട്ടെല്ലക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ ഇതിലോട്ട് ചോറ് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് പോലും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തൂടെ 2 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ 2 പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ചോക്ലേറ്റ് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് സിറപ്പൊന്ന്, അപ്പോൾ ഇതൊരു 5 മിനിറ്റ് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കി നോക്കിയത്.
നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.